ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു ടാരോ ജേണി വിത്ത് പ്രതീത. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് യൂണിവേഴ്സിന് നിങ്ങളോട് പറയാനുള്ള മെസ്സേജ് എന്താണെന്നാണ് നോക്കുന്നത്. അതിനുവേണ്ടി ഞാനിവിടെ 3 കാർഡ്സ് വെച്ചിട്ടുണ്ട്. 1, 2, 3 3 കാർഡ്സ്. ഇതിലേതെങ്കിലും നിങ്ങൾ സെലക്ട് ചെയ്യുക. നിങ്ങൾക്കിത് സെലക്ട് ചെയ്യാൻ താമസം ഉണ്ടെങ്കിൽ വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് ഒന്ന് ഡീപ്പ് ബ്രീത്ത് ഔട്ട് ചെയ്ത് എന്നിട്ട് മനസ്സൊന്ന് ശാന്തമാക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതോ അല്ലെങ്കിൽ ഒരു ആകർഷിക്കുന്ന കാർഡ് ചൂസ് ചെയ്യുക, അല്ലെങ്കിൽ നമ്പർ നോക്കിയിട്ടായാലും ചൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ നിങ്ങൾക്കുള്ള ഫസ്റ്റ് പൈൽ സൗണ്ട് ആൻഡ് മ്യൂസിക്. നിങ്ങൾക്കുള്ള മെസ്സേജ്: എല്ലാ കാര്യങ്ങളും രമ്യതയിൽ കൊണ്ടുപോകാൻ ശ്രമിക്കുക. അതായത് എടുത്തുചാടി തീരുമാനങ്ങൾ എടുക്കാതെ മനസ്സ് ശാന്തമായി ഇരിക്കുമ്പോൾ മാത്രം തീരുമാനങ്ങൾ എടുക്കുവാൻ ശ്രമിക്കുക. മനസ്സ് ശാന്തമാക്കുവാൻ എന്ത് ചെയ്യണം? അത് പലർക്കും വ്യത്യസ്തമായ കാര്യങ്ങൾ ചെയ്യുമ്പോഴായിരിക്കും മനസ്സമാധാനം ലഭിക്കുക. ചിലർക്ക് നല്ല പാട്ട് കേൾക്കുമ്പോഴായിരിക്കാം, അല്ലെങ്കിൽ ഡാൻസ് ചെയ്യുമ്പോഴായിരിക്കാം. ചിലർക്ക് ഇഷ്ടമുള്ളവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുമ്പോഴായിരിക്കാം. അതൊരു പക്ഷേ നിങ്ങളുടെ ഫ്രണ്ട്സ് ആകാം, കൊളീഗ്സ് ആകാം, കസിൻസ് ആകാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു റിലേറ്റീവോ അങ്ങനെ ആരുമായിട്ടുമായിരിക്കാം. ഇനി ചിലർക്കാണെങ്കിൽ കുക്കിംഗ് ചെയ്ത് അത് മറ്റുള്ളവർ കഴിച്ച് നന്നായിട്ടുണ്ട്, നല്ല സ്വാദുണ്ട് എന്നൊക്കെ പറയുമ്പോഴായിരിക്കാം. ചിലർക്ക് ഗാർഡനിങ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ പ്രകൃതിയോട് ഇണങ്ങി ചേരുമ്പോൾ, പ്രകൃതിയിൽ സമയം ചിലവഴിക്കുമ്പോഴൊക്കെ ആയിരിക്കാം അവർക്ക് മനസ്സമാധാനം ലഭിക്കുക. ചിലർക്ക് ഈശ്വര പ്രാർത്ഥന, മെഡിറ്റേഷൻ, യോഗ അങ്ങനെ എന്തുമാകാം. നിങ്ങളുടെ മനസ്സ് ശാന്തമാക്കി മാത്രം തീരുമാനങ്ങൾ എടുക്കാൻ ശ്രമിക്കുക. ഇതാണ് നിങ്ങൾക്കുള്ള ഇന്നത്തെ മെസ്സേജ്. അതായത് ഫസ്റ്റ് പൈൽ ചൂസ് ചെയ്തവർക്കുള്ള മെസ്സേജ്. ഇനി സെക്കൻഡ് പൈൽ ചൂസ് ചെയ്തവരുടെ കാർഡാണ് ഹൈ പ്രീസ്റ്റ് എന്ന കാർഡ്. നിങ്ങൾക്കുള്ള മെസ്സേജ്: നിങ്ങൾ നിങ്ങളുടെ കഴിവിനെ വിശ്വസിക്കുക. ഈ കാർഡ് തിരഞ്ഞെടുത്തവർ ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ളവരായിരിക്കും. മുന്നിൽ നിന്ന് ഒരു കൂട്ടം ആളുകളെ അവരുടെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുവാനുള്ള കഴിവുള്ളവരായിരിക്കാം. യു ടേക്ക് കമാൻഡ് ഓഫ് യുവർ ലൈഫ്. എന്നിട്ട് നിങ്ങളുടെ കഴിവുകൾ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുക. ഒതുങ്ങിക്കൂടി ജീവിക്കേണ്ടവരല്ല നിങ്ങൾ. സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് മറ്റുള്ളവരുടെ നന്മയ്ക്കു വേണ്ടി പ്രവർത്തിക്കുക. ദിസ് ഈസ് എ ടൈം ഫോർ സ്ട്രോങ് ആൻഡ് സെൽഫ്ലെസ് സർവീസ്. അപ്പോൾ ഇതാണ് സെക്കൻഡ് പൈൽ ചൂസ് ചെയ്തവർക്കുള്ള യൂണിവേഴ്സൽ മെസ്സേജ്. ഇനി തേർഡ് പൈൽ ചൂസ് ചെയ്തവർക്കുള്ള കാർഡ് ബ്ലാക്ക് മേജ്. നിങ്ങൾക്കുള്ള മെസ്സേജ്: ഭൂമിയിലെ ഓരോ കാര്യങ്ങൾക്കും അതിൻ്റേതായ ഓരോ സൈക്കിളുണ്ട്. അതായത് ഭൂമിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഓരോ പ്രവർത്തികൾക്കും ഓരോ ചിട്ടവട്ടങ്ങളുണ്ട്. അതുപോലെയേ നടക്കൂ. ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഒരു കാർമിക് സൈക്കിൾ എൻഡാക്കിയിരിക്കുകയാണ്. ചിലപ്പോൾ നിങ്ങളിപ്പോൾ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷനിൽ കൂടിയായിരിക്കാം കടന്നു പോകുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ എൻഡാക്കിയിട്ടുണ്ടായിരിക്കാം. എന്ത് തന്നെയായാലും നമ്മൾ നമ്മുടെ കർമ്മഫലം അനുഭവിക്കുക തന്നെ ചെയ്യും. നമ്മുടെ തെറ്റുകൾ തിരുത്തി നമ്മൾ നമ്മളെ തന്നെ പ്യൂരിഫൈ ചെയ്ത് ജീവിക്കാൻ വേണ്ടി ശ്രമിക്കണം. അങ്ങനെയെങ്കിൽ നമുക്ക് മുമ്പത്തേക്കാളും നല്ലൊരു ജീവിതം ലഭിക്കുവാൻ അത് സഹായിക്കും. മാറ്റങ്ങളെ 2 കൈകളും നീട്ടി സ്വീകരിക്കുക. നല്ല മാറ്റങ്ങൾ ജീവിതത്തിന് ഒരു പുതിയ ഊർജം കൊണ്ടുവരും. അപ്പോൾ ഇതാണ് തേർഡ് പൈൽ ചൂസ് ചെയ്തവരുടെ മെസ്സേജ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ താങ്ക് യു ഡിയർ.